യുവ MLA മാർ കൂടി നമുക്കൊപ്പം ഉണ്ട്. വിജിൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. പ്രതിഷേധം സാധാരണ SFIയുടെ DYFIയുടെ ഭാഗമായിട്ട് പ്രതിഷേധത്തിന് വന്നത് കേരളത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗമായി പ്രതിഷേധത്തിന് വരികയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായും നേരത്തെ നിരവധി സമരങ്ങളിൽ ഡൽഹിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് SFIയുടെ കാലത്ത് DYFIയുടെ ഒക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള സമരങ്ങളാണ്. എന്നാൽ ഒരു സർക്കാർ സംവിധാനം തന്നെ ഡൽഹിയിൽ സമരത്തിലേക്ക് വരികയാണ്. ഇവിടെ വളരെ ഗൗരവത്തോടുകൂടി നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, കേരളത്തെ സാമ്പത്തികമായി BJP ഗവൺമെൻറ് തകർക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൊക്കെ കേരളം നേടിയ നേട്ടങ്ങൾ അത് കഴിഞ്ഞ 1.5 വർഷം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാതൃകാപരമാണ്. എന്നാൽ കേരളത്തെ തകർക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ പ്രശ്നത്തെ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യേണ്ടവരാരാണ്? അത് MP മാരാണ്. എന്നാൽ UDFൻ്റെ 18 MP മാരുടെ സമീപനം അവർ കേരളത്തെ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും കേരളത്തെ തകർക്കത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ഉത്തരങ്ങളിൽ ആഹ്ലാദം പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ UDFൻ്റെ MP മാർ. ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സമരം. പക്ഷേ കോൺഗ്രസിൻ്റെ സമീപനം, UDFൻ്റെ സമീപനം ഞാൻ കണ്ടതാണ്. ഇന്നലെ കർണാടകത്തിന് തന്നെ ഇവിടെ സമരം നടത്തേണ്ടി വന്നു. കർണാടക സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഇവിടെ സമരം നടത്തേണ്ടി വന്നു. പക്ഷേ ഈ സമരം എല്ലാവരും ചേർന്ന് നടത്തേണ്ടതായിരുന്നു. പക്ഷേ എങ്കിലും സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സമരത്തെ ഇന്നലെ സമരത്തിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ സമരത്തെ ആവർത്തിച്ച് കർണാടക പറയുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സമീപനം ഇവിടെ തീർച്ചയായും അവിടെയുള്ള കോൺഗ്രസിലെയും UDFിലെയും പ്രവർത്തകർ തന്നെ ചർച്ച ചെയ്യും. ഇത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ്, എല്ലാവർക്കും, ഓരോ മലയാളിക്കും വേണ്ടിയുള്ള സമരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നത്. ഇതൊരു ചരിത്ര സമരമായി മാറാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ തന്നെ ഡൽഹിയിൽ സമരം ഏറ്റെടുക്കേണ്ടി വരുന്നു. അത് ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നു. കേരളം സമരം പ്രഖ്യാപിച്ചപ്പോൾ കർണാടകം സമരം പ്രഖ്യാപിക്കുന്നു, തമിഴ്നാടിൻ്റെ സമരം എന്ന രീതിയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ മറ്റ് BJP ഇതര ഗവൺമെൻറ്റുകളെല്ലാം ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് മാറുകയാണ്. അത്തരമൊരു സമരത്തിൻ്റെ സാഹചര്യം വരികയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കല്ലാതെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ഓരോ ജനതയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു മഹാപ്രക്ഷോഭമായിട്ട് മാറുകയാണ്.